ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. കുരുമുളക് ഇട്ടിട്ട് നല്ലൊരു എരിവുള്ള ബീഫ് റോസ്റ്റ്. അതായത് ഭയങ്കര ഡ്രൈ ആയിട്ടല്ല, കുറച്ച് നമ്മൾക്ക് ചോറിലേക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പോലെ, എന്നാൽ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി അത് കഴുകി എടുത്തിട്ട് വേണം അടുപ്പത്തേക്ക് വെക്കാൻ. കാരണം ഈ ബീഫിന് എത്ര കഴുകിയാലും ഇങ്ങനെ ഈ ഒരു ചോര കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, കാരണം നമ്മൾ കുരുമുളകും ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടത്. കാശ്മീരി ചില്ലി ആണെങ്കിൽ അത്രയും നല്ലത്. ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് കല്ലുപ്പ്, ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കല്ലുപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഈ മസാലയെല്ലാം ഈ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ നിന്ന് ഊറി വരുന്ന വെള്ളം തന്നെ ധാരാളമാണ്. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമുക്കിതൊരു 6-7 വിസിൽ നമുക്ക് വെച്ചെടുക്കാം. കാരണം ബീഫിന് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ഒരു 6-7 വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. വിസിലൊക്കെ വന്ന് അത് എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം ഊറിയിട്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ശേഷം ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുത്തു. പെരുംജീരകം ഇട്ടതിന് ശേഷം ഞാൻ 2 വറ്റൽമുളകാണ് ചേർക്കാൻ പോകുന്നത്. 2 വറ്റൽമുളക്, 2-3 വറ്റൽമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് ഒരു പിടി കറിവേപ്പിൻ്റെ ഇല എത്ര ഉണ്ടെങ്കിലും നല്ലത് തന്നെയാണ്. അപ്പം നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതും ഈ വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലയുടെയും മണം തന്നെ അടിപൊളി മണമാണ് കേട്ടോ. നമുക്ക് ബീഫിലേക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് പെരുംജീരകവും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും. അപ്പോൾ അതെന്തായാലും ചേർക്കുക. ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞു വെച്ച സവോളയാണ് ബീഫിലേക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്, അരച്ചതല്ല. നമ്മൾ അരച്ചത് ചേർത്തത് ബീഫ് വേവിക്കുമ്പോഴാണ്. നമ്മൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്തിട്ട് ഇത് ബീഫിലേക്ക് എപ്പോഴും നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല സവോള. കാരണം സവോളയുടെ ആ മണം ബീഫിലേക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് തന്നെയാണ്, ടേസ്റ്റ് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായി വാടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, അതായത് വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് പൊടിക്ക് അത്രയൊരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പൊടിച്ചെടുക്കുന്നത് തന്നെ ഇട്ടിട്ട് ഒന്നിങ്ങ് ചൂടാക്കി വഴറ്റിയെടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ബീഫ്. ബീഫ് നന്നായി വെന്തില്ലെങ്കിൽ ഒട്ടും കൊള്ളില്ല. അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് വെള്ളം വറ്റുന്നവരേക്കും സിമ്മിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കുക. അതായത് തീ കൂട്ടി വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കരുത്, അപ്പോൾ അതിൻ്റെ അത് കിട്ടില്ല. ഇത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നവരേക്കും സിമ്മിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെയാണെങ്കിലും ബീഫ് റോസ്റ്റ് സൂപ്പറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും കാണാം. താങ്ക്